ഇന്നത്തെ ടോപ്പിക്ക് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോവുക. കാരണം ഈ തെർമോഡൈനാമിക്സ് പ്രോസസ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും തെർമോഡൈനാമിക് സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രോസസ്സിലും നമുക്കൊരു പ്രോസസ്സിൽ വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്ക്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി, ഹീറ്റ്, എൻതാൽപ്പി ചേഞ്ച്, ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇക്വേഷൻസ് ആണ് ഈ ഓരോ ഇക്വേഷൻസും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. W = ഇൻറ്റഗ്രൽ PdV, ദെൻ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് = mCv ΔT, mCv dt അല്ലെങ്കിൽ mCv T2 - T1. ദെൻ ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് ΔQ - ΔW = du, അല്ലെങ്കിൽ Q12 = du + W12, then dH = mCp dt. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ കണ്ടു. ഇത്രയും ഇക്വേഷൻസ് ഒരു പ്രോസസ്സിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഒരു പ്രോസസ്സിൽ വർക്ക് ഉണ്ടെങ്കിൽ വർക്ക്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്, ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സ്. ഇപ്പോൾ എന്താണ് ഈ പ്രോസസ്സിൻ്റെ പ്രത്യേകത? ഈ പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം ഈ പ്രോസസ്സ് പ്രഷർ വോളിയം ഡയഗ്രത്തിൽ കാണാം. അപ്പോൾ പ്രഷർ വോളിയം ഡയഗ്രത്തിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇവിടുന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ PV ഡയഗ്രം നമ്മൾ നോക്കുവാണെങ്കിൽ സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 മാറുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് പോയിൻ്റ് 1ലെയും പോയിൻ്റ് 2ലെയും വോളിയം എന്ന് പറയുന്നത് ഈക്വലാണ്. V2 = V1. ഓക്കെ, ഇപ്പോൾ PV ഡയഗ്രത്തിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഈ രീതിയിൽ കാണിക്കുന്നു. ഇനി ഇതേ പ്രോസസ്സ് ഒരു PT പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കാണിക്കും. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു പ്രോസസ്സ് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം W = ഇൻറ്റഗ്രൽ PdV. അപ്പോൾ dV ചേഞ്ച് ഇൻ വോളിയം ഇല്ല, വോളിയം കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. W = 0 ആയിരിക്കും. കാരണം W എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ PdV ആണ്, dV ഇല്ല, ചേഞ്ച് ഇൻ വോളിയം ഇല്ല. സോ W എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഫസ്റ്റ് ലോ അനുസരിച്ച് നമുക്കറിയാം ΔQ = du + ΔW എന്നാണ്. അപ്പോൾ ΔW 0 ആയാൽ ΔQ = du എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഫോർ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് നമുക്ക് എഴുതാം അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ΔQ = du എന്ന് വരുന്നത്. കാരണം വർക്ക് 0 ആയി. അപ്പോൾ ΔQ അല്ലെങ്കിൽ Q12 = du ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ദാറ്റ് ഈസ് U2 - U1 എന്ന് എഴുതാം. ഇനി U2 - U1 എന്താണ്? mCv × T2 - T1. ഓക്കെ, അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് നമുക്ക് എഴുതാം ഫോർ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. ഇനി അടുത്തതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് നമ്മൾ PV ഡയഗ്രത്തിൽ കാണിക്കുന്നു. ദെൻ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിലും അത് ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കാണിക്കും. അപ്പോൾ ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ W എന്തായിരിക്കും? W എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ PdV ആണ്. ഈ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് W12 = P × വോളിയം ചേഞ്ച് എത്രയാണ്? V2 - V1. കാരണം V2 ഈസ് ഗ്രേറ്റർ ദാൻ V1.
സോ പ്രഷർ ഇൻറ്റു V2 മൈനസ് V1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ വർക്ക്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കണം. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DU പ്ലസ് ഡെൽറ്റ W ആണ്, അല്ലെങ്കിൽ W12 ആണ്. DU നമുക്കറിയാം mCV ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് P ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, ദെൻ ഇത് നമ്മൾ പിന്നീട് സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടുന്നത്. എന്താണത്? ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ Q12 ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് mCP ഇൻറ്റു T2 മൈനസ് T1. mCP ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, mCP ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു DH, ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ആൻഡ് ഫോർ എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഈ ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ PVയും PT-യും TS ഡയഗ്രത്തിലും കാണിക്കുന്നതാണ്. PV ഡയഗ്രത്തിൽ അതിങ്ങനെയായിരിക്കും. പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ അതൊരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ അത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് നമ്മൾ കാണിക്കും. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ അത് നമ്മൾ ഡെറിവേഷനോട് കിട്ടുന്നതാണ്. വർക്ക് ഡൺ W എന്ന് പറയുന്നത് P1 V1 ലോഗ് ടു ദ ബേസ് E V2 ഡിവൈഡ് ബൈ V1. ഓക്കെ, അതായിരിക്കും വർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോഗ് ടു ദ ബേസ് E കഴിഞ്ഞ് ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫോർ isothermal process 1 to 2 W1 to 2 equal to P1 V1 log to the base E V2 divided by V1. ദെൻ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? നമുക്കറിയാം ചേഞ്ച് ഇൻ എനർജി U ഈക്വൽ ടു mCV ഇൻറ്റു T2 മൈനസ് T1 എന്നാണ്. അതുപോലെ DH എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു mCP ഇൻറ്റു T2 മൈനസ് T1 എന്നാണ്. ഇവിടെ ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആണ്. T2 മൈനസ് T1 ഈക്വൽ ടു 0. അപ്പം അതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക? DUവും DHും 0 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു DU പ്ലസ് ഡെൽറ്റ W എന്നാണ്. അപ്പോൾ DU 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ W, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ അനുസരിച്ച് ഫോർ എ പ്രോസസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു DU പ്ലസ് ഡെൽറ്റ W എന്നാണ്. അപ്പോൾ DU 0 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ W. ഇവിടുത്തെ ഡെൽറ്റ W എത്രയാണ്? P1 V1 ലോഗ് ടു ദ ബേസ് E V2 ഡിവൈഡ് ബൈ V1. അത് തന്നെയായിരിക്കും ക്യൂവിനും കിട്ടുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ചും എൻതാൽപ്പി ചേഞ്ചും 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ്. എന്താണ് അഡയബാറ്റിക് പ്രോസസ്സ്? അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. മീൻസ് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്കും പോകത്തില്ല, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് സിസ്റ്റത്തിലേക്കും വരത്തില്ല. മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അത്തരത്തിലുള്ള പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ്സ് നമ്മൾ ഈ ഒരു റിലേഷനിലൂടെ കാണിക്കുന്നു. PV raised to gamma equal to constant. P for pressure, V for volume, gamma ratio of specific heat. അപ്പോൾ ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: P1 V1 raised to gamma equal to P2 V2 raised to gamma equal to P3 V3 raised to gamma equal to PV raised to gamma is a constant. Then
ഇവത്തിൽ നിന്ന് നമ്മളൊരു ജനറൽ ഇക്വേഷനിലേക്ക് എത്തും. ഈ ജനറൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി അങ്ങോട്ട് കാണാൻ പോകുന്നതെല്ലാം അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ വേറൊരു വെർഷനാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിനി ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ഫോർ എ അഡയബാറ്റിക് പ്രോസസ് 1 to 2 നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: P1 divided by P2 equal to V2 divided by V1 the whole raised to gamma equal to T1 divided by T2 the whole raised to gamma divided by gamma minus 1. അപ്പോൾ ഒരു പ്രോസസ്സ് അഡയബാറ്റിക് ആണെങ്കിൽ ആദ്യം നമുക്ക് ചിന്തിക്കാം അവിടുത്തെ റിലേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അവിടുത്തെ ജനറൽ ഇക്വേഷൻ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും റിലേറ്റ് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഇക്വേഷൻ ഐസോതെർമൽ പ്രോസസ്സിലോ ഐസോബാറിക് പ്രോസസ്സിലോ ഐസോകോറിക് പ്രോസസ്സിലോ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പ്രോസസ്സേ ഉള്ളൂ. ഒന്ന് അഡയബാറ്റിക് പ്രോസസ്സിലും ഒന്ന് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഐസെൻട്രോപിക് പ്രോസസ്സിലും. ഓക്കെ, ദെൻ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അപ്പോൾ ഓർക്കേണ്ട 2 കാര്യങ്ങൾ: പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെൻ ഈ ജനറൽ ഇക്വേഷൻ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് റിവേഴ്സിബിൾ അഡയബാറ്റിക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡയബാറ്റിക് പ്രോസസ്സുമായിട്ട് സാമ്യമുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, റിവേഴ്സിബിൾ എന്ന് പറയുന്നൊരു ടൈം നമ്മൾ ഫ്രണ്ടിൽ ചേർക്കും. റിവേഴ്സിബിൾ അഡയബാറ്റിക് ഓർ ഐസെൻട്രോപിക് പ്രോസസ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളിനി സൈക്കിളിലൊക്കെ കാണാൻ പോകുന്ന, സ്ഥിരമായിട്ട് കാണാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഐസെൻട്രോപിക് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സ് അഡയബാറ്റിക് ആണെന്ന് പറഞ്ഞാൽ അത് ഐസെൻട്രോപിക് ആകുമോ? ഇല്ല. ഒരു പ്രോസസ്സ് ഐസെൻട്രോപിക് ആണെങ്കിൽ അത് റിവേഴ്സിബിൾ അഡയബാറ്റിക് ആയിരിക്കണം. എന്താണ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും പറഞ്ഞിരുന്നു. അപ്പോൾ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് വന്നാൽ അതിന് തിരിച്ച് 2ൽ നിന്ന് 1ലേക്കും പോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സ് അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഐസെൻട്രോപിക് ആവില്ല. മറിച്ച് ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സ് ആകൂ. ഇനി റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അഡയബാറ്റിക് പ്രോസസ്സിലെ പോലെ തന്നെ ഇവിടെയും ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് പോകില്ല, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് സിസ്റ്റത്തിലേക്കും വരില്ല. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല. ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല, അതോടൊപ്പം തന്നെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സാണ് പ്രഷർ വോളിയം, പ്രഷർ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാകും 1 to 2 പ്രോസസ്സിൽ നമ്മൾ വെർട്ടിക്കൽ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 1ലെയും 2ലെയും എൻട്രോപ്പി സെയിം ആണ്. S1 ഈക്വൽ ടു S2 ആണ്. അപ്പോൾ അതാണ് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ നമ്മൾ അഡയബാറ്റിക്കിൽ കണ്ട പോലെ അതേ റിലേഷൻ തന്നെയാണ്. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് P1 V1 റേസ് ടു ഗാമ, P2 V2 റേസ് ടു ഗാമ, P3 V3 റേസ് ടു ഗാമ ഈക്വൽ ടു പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എഴുതാം. ദെൻ നമ്മൾ ഇവത്തിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്ന ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട അതേ ജനറൽ ഇക്വേഷൻ തന്നെയാണ്. P1 ഡിവൈഡ് ബൈ P2 ഈക്വൽ ടു V2 ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T1 ബൈ T2 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഈ ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൈക്കിൾസ് യൂസ് ചെയ്യാൻ നേരത്ത് പല ഡെറിവേഷനിലും പ്രോബ്ലംസിലും ഒക്കെ ആവശ്യം വരുന്ന ഒരു ജനറൽ പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാവുന്നത് ഈ റിലേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കേസ്, 2 കേസേ ഉള്ളൂ: അഡയബാറ്റിക് പ്രോസസ് ഓർ ഐസെൻട്രോപിക് പ്രോസസ്. ഇനി ഇക്വേഷൻ എഴുതാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇവിടെ P1 ഡിവൈഡ് ബൈ P2 ആണെങ്കിൽ നേരെ തിരിഞ്ഞായിരിക്കും ഇവിടെ വരുന്നത്. V2 ഡിവൈഡ് ബൈ V1 ആയിരിക്കും. അപ്പോൾ P1ൻ്റെ അതേ രീതിയിൽ തന്നെയായിരിക്കും ടെമ്പറേച്ചർ വരിക. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് എഴുതാം.
അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അതായത് നമുക്കൊരു പ്രോസസ്സ് 2 to 3 എടുക്കാം. ആ 2 to 3 നമ്മളിങ്ങനെ എഴുതുന്നു P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു ദെൻ വരേണ്ടത് തിരിഞ്ഞാണ് V3 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു P2ൻ്റെ അതേ രീതിയിൽ തന്നെ വരണം T2 ഡിവൈഡ് ബൈ T3 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, അപ്പോൾ അതാണ് ഒരു 2 to 3 പ്രോസസ്സിൽ. ഇനി ഈ 2 to 3 പ്രോസസ്സിൽ ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ? ഇല്ല, ഇങ്ങനെ എഴുതാം. എങ്ങനെ? P3 ഡിവൈഡ് ബൈ P2 എന്ന് എഴുതാം. അപ്പോൾ ഇത് സംഭവിക്കും, വോളിയം തിരിഞ്ഞു വരും. V2 ഡിവൈഡ് ബൈ V3 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T3 ഡിവൈഡ് ബൈ T2 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഏത് പ്രോസസ്സ് 1 to 2 ആയിക്കോട്ടെ, 2 to 3 ആയിക്കോട്ടെ, 1 to 4 ആയിക്കോട്ടെ, 4 to 1 ആയിക്കോട്ടെ, ഏത് പ്രോസസ്സും മീൻസ് അത് ഐസെൻട്രോപ്പിക് ആയിക്കോട്ടെ അഡയബാറ്റിക് ആയിക്കോട്ടെ, നമുക്ക് അവിടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? നോ ഹീറ്റ് ഇൻട്രാക്ഷൻ ആൻഡ് എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു 2 to 3 പ്രോസസ്സാണ്. അപ്പോൾ ആ 2 to 3 പ്രോസസ്സിൽ നമ്മൾ ജനറൽ ഇക്വേഷൻ രണ്ട് രീതിയിൽ എഴുതി. P2 ബൈ P3 എന്ന് പറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതി, അതുപോലെ P3 ബൈ P2 എന്ന് എഴുതി. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു പ്രഷർ വോളിയവും ടെമ്പറേച്ചറും ആയിട്ടുള്ള റിലേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കിനി ഇവിടെ പ്രഷറും വോളിയവും മാത്രം മതി. എന്ത് സംഭവിക്കും? P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു V3 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം P3 ഡിവൈഡ് ബൈ P2 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ V3 ദ ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതാം. അതാണ് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഇനി വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ മതിയെങ്കിൽ അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? V3 ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ T3 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. പക്ഷെ രണ്ട് സൈഡിലും ഗാമ കോമൺ ആയതുകൊണ്ട് അത് രണ്ടും വെട്ടിക്കളയുമ്പോൾ എന്ത് വരും? V3 ഡിവൈഡ് ബൈ V2 ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ T3 ദ ഹോൾ റേസ് ടു 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാം. അപ്പോൾ അതാണ് വോളിയം ടെമ്പറേച്ചർ റിലേഷൻ. ഇനിയുള്ളത് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ആണെങ്കിലോ വോളിയത്തിന് എടുത്ത് കളയുന്നു. അപ്പോൾ ആ കേസിൽ P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ T3 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം P3 ബൈ P2 ഈക്വൽ ടു T3 ബൈ T2 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അപ്പോൾ അത് ഇത്തരത്തിൽ വിശാലമായിട്ട് എഴുതിയെന്ന് മാത്രം. വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പും ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പും അതെല്ലാം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഈ ഒരു ജനറൽ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഔദ്യം നമുക്ക് പ്രഷറോ വോളിയോ ടെമ്പറേച്ചറോ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് എടുത്ത് അതിനെ മാത്തമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതുന്നു. ഇവിടെ പ്രഷർ വോളിയവും ടെമ്പറേച്ചറും തന്നു, ഇതിന് ഔദ്യം ടെമ്പറേച്ചർ വോളിയം തിരിഞ്ഞെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രഷർ ടെമ്പറേച്ചർ പ്രഷർ വോളിയം പ്രഷർ. ഇപ്പോൾ നമുക്ക് വോളിയമാണ് കണ്ടുപിടിക്കണമെങ്കിൽ LHSൽ വോളിയം വരുന്നതാണ് സൗകര്യം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ ആണെങ്കിൽ LHSൽ ടെമ്പറേച്ചർ വരുന്നതാണ് സൗകര്യം. അപ്പോൾ ആ രീതിയിൽ ഈ ഇക്വേഷനെ ജസ്റ്റ് മാത്തമാറ്റിക്കലി ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഇക്വേഷൻ അതുപോലെ എല്ലാം ഒന്നും ഓർത്ത് വെക്കരുത്, ജനറൽ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. For a process 1 to 2, then P1 divided by P2 equal to V2 divided by V1 the whole raised to gamma equal to T1 divided by T2 the whole raised to gamma divided by gamma minus 1. അപ്പോൾ ഇനി 1 to 2 എന്നുള്ള പ്രോസസ്സ് 2 to 3 ആയാലോ 3 to 4 ആയാലോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ട് നമുക്ക് ഏത് തമ്മിലുള്ള റിലേഷൻ ആണോ വേണ്ടത്, പ്രഷർ വോളിയം ടെമ്പറേച്ചർ ആണോ വേണ്ടത്, അതനുസരിച്ച് എഴുതിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കണ്ടെത്താം. ദെൻ നെക്സ്റ്റ് ആണ് പോളിട്രോപ്പിക് പ്രോസസ്സ്. പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ വരുന്നത് PV⁴n ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഈ എന്നിൻ്റെ പേരാണ് പോളിട്രോപ്പിക് ഇൻഡെക്സ്. അപ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ, പോളിട്രോപ്പിക് ഇൻഡെക്സ് എന്നിൻ്റെ വാല്യൂ ആയിരിക്കും ഈ പോളിട്രോപ്പിക് പ്രോസസ്സ് ഏത് നേച്ചറിലുള്ളതാവണം എന്ന് തീരുമാനിക്കുന്നത്. അത് നമ്മൾ പിന്നീട് കാണും.
അപ്പോൾ എനിവേ പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം P1 V1 raised to n equal to P2 V2 raised to n equal to P3 V3 raised to n equal to PV raised to n is a constant. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം P1 divided by P2 equal to V2 divided by V1 the whole raised to n minus T2 divided by T1 divided by T2 the whole raised to n divided by n minus 1. അപ്പോൾ നമ്മൾ നേരത്തെ PV raised to ഗാമയിൽ എഴുതിയ പോലെ തന്നെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി ഈ n എങ്ങനെയാണ് പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ നേച്ചറിനെ കാരണമാകുന്നത്? അപ്പോൾ n 0 ആണെന്ന് കരുതുക. അപ്പോൾ n നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിൽ എടുക്കാം, കാരണം സ്പെസിഫിക് ആയിട്ടൊരു വാല്യൂ ഇല്ല. അപ്പോൾ n 0 ആവുകയാണെങ്കിൽ പി വി റേസ് ടു 0 ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ വി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആകും. സോ പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറും? പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്, ദ പ്രോസസ് ഈസ് ഐസോബാറിക്. ദെൻ n 1 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പി വി റേസ് ടു 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അത് ഏത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ്സ്. ദെൻ n ഈക്വൽ ടു ഗാമ. n ഈക്വൽ ടു ഗാമ എന്ന് പറഞ്ഞാൽ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഏത് പ്രോസസ്സാണ്? അഡയബാറ്റിക് പ്രോസസ്സും അതുപോലെ തന്നെ ഐസെൻട്രോപ്പിക് പ്രോസസ്സും. ദെൻ n ഈക്വൽ ടു ഇൻഫിനിറ്റി. n ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പി വി റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? എല്ലാത്തിനെയും 1/∞ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. പി റേസ് ടു 1/∞, ദെൻ വി റേസ് ടു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി മീൻസ് അത് 1 ആയി മാറും. ദെൻ ഈക്വൽ ടു സി റേസ് ടു ഇൻഫിനിറ്റി. സി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സി റേസ് ടു 1/∞ എന്ന് പറഞ്ഞാലും അത് ഒരു കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1/0 ആണ്. അപ്പോൾ പി റേസ് ടു 1/∞ എന്ന് പറയുമ്പം ഇവിടെ അഗെയിൻ പി റേസ് ടു 1 ഡിവൈഡ് ബൈ 1/0 എന്ന് പറയും. ദെൻ വി റേസ് ടു 1 ഈക്വൽ ടു ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് പി റേസ് ടു 0 ആയി മാറും. പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണത്? 1 ആണ്. സോ വി ഈക്വൽ ടു സി എന്ന് പറഞ്ഞ് വരും. വി ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എന്താണത്? ഐസോ കോറിക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ n പോളിട്രോപ്പിക് പ്രോസസ്സിൽ പോളിട്രോപ്പിക് ഇൻഡെക്സ് ആയ n ആണ് ഈ പോളിട്രോപ്പിക് പ്രോസസ്സ് ഏത് ടൈപ്പിലുള്ളതായി മാറണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ഈ എഴുതിയിരിക്കുന്നത് ഓരോ പ്രോസസ്സും അതിൽ പ്രഷറിനും ടെമ്പറേച്ചറിനും എൻട്രോപ്പിക്കും വോളിയത്തിനും എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ഐസോ തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഐസോ തെർമൽ പ്രോസസ്സിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഐസോ തെർമൽ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചതും ഐസോ തെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. കാരണം എന്താണ്? പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. അപ്പോൾ നമ്മൾ ഈ 1 to 2 പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. കാരണം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു, സോ വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. അപ്പോൾ ആ 2 പാരാമീറ്റർ ഓക്കെയാണ്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് ഐസോ തെർമൽ പ്രോസസ്സാണ്. പിന്നെയുള്ളത് എൻട്രോപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സോ ഫോർ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, എൻട്രോപ്പി ഇൻക്രീസസ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. എൻട്രോപ്പി ഇൻക്രീസസ്, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്. ഇനി ഐസോതെർമൽ കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ കൂടും, വോളിയം കുറയും. പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി എൻട്രോപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഐസോതെർമൽ പ്രോസസ്സിൽ ഈ പ്രോസസ്സ് എപ്പോഴാണ് കംപ്രഷൻ ആവുന്നത്? ഈ ആരോ ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു, എൻട്രോപ്പി എന്ന് പറയുന്നതും കുറയുന്നു. കാരണം ഈ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാകും എൻട്രോപ്പി കുറയുന്നു. അപ്പോൾ അതാണ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്. ഇനി അടുത്തതാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ.
അപ്പോൾ നമ്മൾ ഐസെൻട്രോപ്പിക് കംപ്രഷനും ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും. അപ്പോൾ ആദ്യം ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എടുക്കുക. കാരണം നമ്മൾ ഡയഗ്രം നേരത്തെ വരച്ചത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും, വോളിയം കൂടും. ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഇത് എക്സ്പാൻഷൻ പ്രോസസ്സ്. പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. ടെമ്പറേച്ചറിന് അവിടെ ഇത് സംഭവിക്കുന്നു. ഫോർ ആൻ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്, ടെമ്പറേച്ചർ കുറയുന്നു. ഇനി ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ് ആയാലോ ഈ ആരോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. പിന്നെ ഉള്ളത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും ഐസെൻട്രോപ്പിക് കംപ്രഷനും. Okay, for isentropic compression, entropy remains constant, temperature increases, pressure increases, volume decreases. ഇനി ഐസോകോറിക് ഹീറ്റിംഗ്. ഐസോകോറിക് മീൻസ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം ഇരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് തന്നെ മോളിക്യൂൾസിന് എനർജി കൂടുന്നു. എനർജി കൂടുമ്പോൾ ആ മോളിക്യൂൾസ് വന്ന് സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിയിൽ വന്നിരിക്കുന്നു. കാരണം ഈ എനർജി കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യും തോറും മോളിക്യൂൾസിന് എനർജി കൂടുന്നു, റാൻഡംനെസ് കൂടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? എൻട്രോപ്പി കൂടും, ടെമ്പറേച്ചറും കൂടും, പ്രഷറും കൂടും. സോ ഫോർ എ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ് എൻട്രോപ്പി ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസസ്. ഇനി നേരെ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും ഐസോകോറിക് കൂളിംഗ് പ്രോസസ്സിൽ. കൂളിംഗ് പ്രോസസ്സിൽ നമ്മളൊരു സിസ്റ്റം കൂൾ ചെയ്യുമ്പോൾ മോളിക്യൂൾസിന് റാൻഡംനെസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി കുറയും, ടെമ്പറേച്ചർ കുറയും, പ്രഷറും കുറയും. ഇനിയുള്ളത് ഐസോബാറിക്കാണ്. ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മളവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുക. കാരണം ഐസോബാറിക് ഹീറ്റിംഗ് ആണ്. ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും? എൻട്രോപ്പിയും ടെമ്പറേച്ചറും കൂടും, അതോടൊപ്പം തന്നെ വോളിയവും കൂടും. ഈ വോളിയം എന്തിനാണ് കൂടുന്നത്? വോളിയം കൂടുന്നില്ല എങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ കൂടും. പ്രഷർ കൂടാൻ പാടില്ല. കാരണം പ്രഷർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. അപ്പം അതുകൊണ്ട് ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചറും എൻട്രോപ്പിയും കൂടും, അതോടൊപ്പം തന്നെ പ്രഷറും കൂടും. അതോടൊപ്പം തന്നെ വോളിയവും കൂടും. എന്തിനു വേണ്ടി? ഈ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി. ഇനി അടുത്തത് ഐസോബാറിക് കൂളിംഗ് ആണ്. അവിടെ നേരെ റിവേഴ്സ് ആയിരിക്കും. കൂൾ ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പിയും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ വോളിയം കുറയും. വോളിയം കുറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ അതനുസരിച്ച് കുറയും. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വോളിയം കുറയും. അപ്പോൾ അത്തരത്തിൽ പ്രഷറും വോളിയവും ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടായിരിക്കും ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ പ്രഷർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3 സൈക്കിൾസ് നോക്കണം. തെർമോഡൈനാമിക് സൈക്കിൾസ്, കാർനോട്ട്, ഡീസൽ, ഓട്ടോ. താങ്ക് യു.